എല്ലാവർക്കും ലച്ചൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ ഫ്രോക്കാണ്, ഒരു കുട്ടി ഫ്രോക്ക് തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 20 ഇഞ്ച് ഇറക്കവും 19 ഇഞ്ച് വണ്ണവും 8 ഇഞ്ച് യോക്ക് ലെങ്ത്തും ആണുള്ളത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ബാക്ക് പീസ് നമ്മൾ മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ലൈനിങ് ആണ് മുറിക്കുന്നത്. ലൈനിങ് ഇവിടെ എടുത്തേക്കുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലൈനിങ് രണ്ടായിട്ട് മടക്കിയിടാം. അപ്പോൾ അതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗമാണ് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്നത്. സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് അകലം നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കാം. ആ വരയിൽ നിന്നാണ് പിന്നെ നമ്മൾ കഴുത്തിൻ്റെ അകലവും ഷോൾഡറും ഒക്കെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മുടെ യോക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ഇപ്പം ഞാനിവിടെ മുറിച്ചപ്പോൾ 7 എടുത്തേക്കുന്നത്. അപ്പോൾ 7 എടുക്കുന്നതെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് നമ്മൾ 8 ഇഞ്ച് എടുക്കണം. 8 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അപ്പോൾ ആ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് വേണം നമ്മൾ പിന്നീട് കഴുത്തകലവും ഷോൾഡറും ഒക്കെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 ഇഞ്ചാണ് കഴുത്തകലം എടുക്കുന്നത്. അതുപോലെ തന്നെ 2.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട്. 2 ഇഞ്ച് കഴുത്തകലം, 2.5 ഇഞ്ച് ഷോൾഡർ, അതുപോലെ തന്നെ 4 ഇഞ്ചാണ് നമ്മൾ ആം ഹോൾ കൈക്കുഴി അടയാളപ്പെടുത്തുന്നത്. 4 ഇഞ്ച് കൈക്കുഴി, 2 ഇഞ്ച് കഴുത്തകലം, 2.5 ഇഞ്ച് ഷോൾഡർ, 4 ഇഞ്ച് കൈക്കുഴി. ചെറിയ കുട്ടിയാണ്, അപ്പോൾ അതിന് ഈ ഒരു കഴുത്തകലമൊക്കെ മതി. അതുപോലെ തന്നെ എൻ്റെ വണ്ണം എന്ന് പറയുന്നത് 19 ഇഞ്ചാണ്. നമ്മൾ 1 ഇഞ്ചും കൂടെ അധികം ഇട്ടിട്ട് 20 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ താഴെ ഭാഗവും അതുപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഒരു ചെറിയ കർവ്ഡ് ലൈൻ, ഒരു ചെറുതായിട്ടൊന്ന് വളച്ചൊന്ന് വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വണ്ണം അടയാളപ്പെടുത്തിയേക്കുന്നത് രണ്ടും കൂടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് യോജിപ്പിക്കുക. ശേഷം നമുക്ക് ബാക്ക് പാർട്ട് മുറിച്ചെടുക്കാം. ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് സിബ് വെക്കാനുള്ള ഭാഗമാണ്. അത് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ മുറിച്ചെടുക്കുകയാണ്. ആ വരയെ കൂടെ തന്നെ വൃത്തിയായിട്ട് മുറിച്ചെടുക്കാം. ആം ഹോളിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വളച്ച് മുറിച്ചെടുക്കുക. ഇപ്പം നമ്മൾ മുറിച്ചെടുത്തേക്കുന്നത് ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ട്, അതായത് ബോഡി പാർട്ട് ബാക്ക് പീസാണ് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ആ സിബ് വെക്കാനൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നിടത്ത് ഒരു മാർക്ക് വെച്ച് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചരിച്ച് മുറിച്ച് കൊടുത്താൽ മതി. ശേഷം ഇനി നമുക്ക് മുറിച്ചെടുക്കാനുള്ളത് അതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സിബിന് അടയാളപ്പെടുത്തി അത്രയും ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പാർട്ട് മുറിച്ചെടുക്കാൻ. ഇത് കൊച്ചിനായതുകൊണ്ട് തന്നെ ഇതിൽ ടക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ബാക്ക് പീസിൻ്റെ സെയിം തന്നെ അളവ് മതി നമുക്ക് ഫ്രണ്ട് പീസിനും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫ്രണ്ട് പീസിനുള്ള ഭാഗവും കൂടെ നമുക്ക് ആ ബാക്ക് പാർട്ട് മുറിച്ചേക്കുന്നത് വെച്ച് കറക്റ്റ് അതുപോലെ തന്നെ മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അളവ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് പിടിച്ച് ചരിച്ചങ്ങ് മുറിച്ച് വെക്കുക. അപ്പോൾ അവിടെ ഒരു വി പോലൊരു മാർക്ക് വരും. അപ്പോൾ അതാണ് നമ്മൾ അടയാളമായിട്ട് വെക്കുന്നത്. അപ്പോൾ എല്ലാ തുണിയിലും കറക്റ്റ് മാർക്കിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു എളുപ്പ വഴിയാണത്. ശേഷം നമുക്കിതിൻ്റെ സ്കേർട്ട് ഭാഗം മുറിച്ചെടുക്കാം. അതായത് അംബ്രല്ല ഫ്രോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ക്രോസിന് രണ്ടായിട്ട് മടക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു മൂല മറ്റേ ഭാഗത്തോട്ട് മടക്കി കഴിയുമ്പോൾ അത് ക്രോസായിട്ട് വരും. അതിൽ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം 20 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4-1 കാണാം. 4-1 കാണുമ്പോൾ 5 ഇഞ്ചാണ്. ആ 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. അത് മേളിൽ നിന്ന് താഴോട്ട് എത്ര ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തതെന്ന് നോക്കുക. എനിക്കിവിടെ 6 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ആ 6 ഇഞ്ച് മൊത്തം നമുക്ക് റൗണ്ടിൽ ഒരു കർവ് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ വരച്ചെടുക്കുക. അവിടുന്ന് പിന്നെ സ്കേർട്ടിൻ്റെ മൊത്തം ഇറക്കം വരുന്നത് 20 ഇഞ്ചാണ്. അതിൽ 7 ഇഞ്ച് ഞാൻ യോക്ക് ലെങ്ത്തിന് എടുത്തു കഴിഞ്ഞാൽ പോയിട്ട് 13 ഇഞ്ചാണ് സ്കേർട്ടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ആ 13 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 13 ഇഞ്ച് നമുക്ക് ഇതുപോലെ ആ തുണിയിൽ കർവ് ഷേപ്പിൽ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല അംബ്രല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു റൗണ്ട് പോലെ ഒരു ചെറിയ ചന്ദ്രക്കലയുടെ രീതിയിലാണ് നമുക്കതിൻ്റെ ഭാഗം കാണാൻ പറ്റുന്നത് മുറിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നല്ല റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ഫ്ലെയറിൽ കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് മുറിക്കുന്നത്. ഞൊറിയൊന്നും ഇല്ലാതെ തന്നെ അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് മുറിക്കുന്നതാണ് നല്ലത്. ഇനി അതിന് ശേഷം നമുക്ക് അതിൻ്റെ നല്ല പീസ്, നല്ല ഒരു വയലറ്റ് ഫ്ലോറൽ പ്രിൻ്റുള്ള ഓർഗൻസ മെറ്റീരിയലാണ് നമ്മൾ ഫ്രോക്ക് അടിക്കാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കിനി മുറിച്ചെടുക്കാം. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച മെറ്റീരിയലാണ് കേട്ടോ. വലിയ വിലയൊന്നും ആയിട്ടില്ല, നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ കിട്ടി. അതുപോലെ തന്നെ നല്ല പ്രിൻ്റാണ്,
നല്ല മെറ്റീരിയലാണ്. ശേഷം നമുക്കിതിൻ്റെ ബോഡി പാർട്ട് ആദ്യം മുറിച്ചെടുക്കാം. നമ്മളവിടെ ലൈനിങ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 4ആയിട്ട് മടക്കി ഇട്ടിട്ട് അതിൻ്റെ നമുക്ക് 7 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്, 1 ഇഞ്ച് പിന്നെ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും വെച്ചിട്ട് നേരെ ഒരു പീസ് അങ്ങ് മുറിച്ച് വെക്കുക ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ്, അടിച്ച് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ അടിച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അരികൊക്കെ മുറിച്ച് എടുക്കാം. നേരത്തെ മുറിച്ച് വെച്ചാൽ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി നീങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഒരു പീസ് അങ്ങ് മുറിച്ച് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് 4ആയിട്ട് മടക്കിയിട്ടു. 4ആയിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ ഇറക്കത്തിനനുസരിച്ച്, അതായത് ബോഡി പീസിൻ്റെ ഇറക്കത്തിനനുസരിച്ച് നീളത്തിനൊരു പീസ് അങ്ങ് മുറിച്ച് വെച്ചു. അപ്പോൾ ലൈനിങ് മുറിച്ച് വെച്ചതെടുത്ത് നമ്മൾ അതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് വേണം ആ ഇറക്കം കറക്റ്റ് ചെയ്ത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് അധികമായിട്ട് മുറിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. കുറച്ച് അധികം ഇരുന്നാൽ നമുക്ക് മുറിച്ച് കളയാം. കുറച്ച് കുറഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂട്ടിയിട്ട് മുറിച്ചെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇനി അതിൻ്റെ സ്കേർട്ടിൻ്റെ പീസാണ് മുറിക്കാൻ പോകുന്നത്. സ്കേർട്ടിൻ്റെ പീസ് മുറിക്കുമ്പോൾ ഞാനിത് 4ആയിട്ട് മടക്കിയിട്ടിട്ടാണ് എടുക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ആദ്യം അതിനെ വീതി തമ്മിൽ മടക്കി പിന്നെ നീളത്തിന് അങ്ങോട്ട് തിരിച്ച് മടക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിലൊന്നും ജോയിൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് സ്കേർട്ട് പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കണ്ടോ, ക്രോസിൽ മടക്കിയാണ് എടുക്കുന്നത്. അതിനെ 2ആയിട്ട് മടക്കി, ഒന്നുകൂടെ മടക്കി, അപ്പോൾ 4ആയിട്ട് മടക്കിയതിന് ശേഷം അതിനെ ക്രോസിൽ മുറിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ സൈഡിലൊന്നും ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് നല്ല ഫ്ലെയറിൽ കിട്ടും. കൊച്ചിനുള്ള ഫ്രോക്ക് ആയതുകൊണ്ട് നല്ല ഫ്ലെയറിൽ കിടക്കുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. സൈഡിൽ സ്റ്റിച്ചൊന്നും ഇല്ലാതെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുറിക്കുന്നത്. ഇതുപോലെ ക്രോസായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ സ്കേർട്ടിൻ്റെ പാർട്ട് മുറിച്ചതുണ്ട്. ആ സ്കേർട്ടിൻ്റെ പാർട്ട് മുറിച്ചത് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചു. അതിനേക്കാളും 1 ഇഞ്ച് അധികം ഇട്ടിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. 1 ഇഞ്ച് അധികം, അതായത് നമ്മൾ തയ്യൽ തുമ്പ് പോകാനുള്ള ഭാഗം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം 1 ഇഞ്ച് അധികം ഇട്ടിട്ടാണ് നമ്മൾ നല്ല പീസ് മുറിച്ചേക്കുന്നത്. ലൈനിങ് മുറിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിരുന്നു മുറിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതെന്താണെന്ന് വെച്ചാൽ ലൈനിങ് നല്ല തുണിയുടെ കുറച്ച് മേളിൽ നിൽക്കണം, അല്ലെങ്കിൽ ലൈനിങ് ഇങ്ങനെ താഴോട്ട് കാണത്തില്ലേ, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലെയറും കൂടെ, അതായത് സ്കേർട്ട് പാർട്ട് ഡബിൾ ലെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലെയറിനും കൂടെ ഉള്ളത് അതുപോലെ തന്നെ 4ആയിട്ട് മടക്കി ക്രോസിനിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 20 ഇഞ്ച് വണ്ണമുള്ള 19 ഇഞ്ച് വണ്ണമുള്ള 20 ഇഞ്ച് ഇറക്കത്തിലുള്ള ഒരു കുട്ടി ഫ്രോക്കാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ചാനലിൽ പുറകെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പുറകെ വരുന്നതാണ്.